നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ചൂരൽമലയിൽ നിന്നുള്ളതാണ്. ഞാൻ നിന്ന പാറക്കൂട്ടത്തിൻ്റെ നേരെ ഇപ്പുറത്തായുള്ള ദൃശ്യങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കല്ലും മണ്ണും ഒക്കെ ഇളക്കി പരിശോധിക്കുന്നത്. ഇവിടെ സാധ്യത മാത്രമാണ്, അവർ ഉറപ്പിക്കുന്നില്ല. എങ്കിലും അവിടെ ഒന്ന് പരിശോധിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ലുകൾ ഒക്കെ ഇളക്കി അവിടെ നിന്ന് മാറ്റുകയാണ്. ഒരുപാട് മണ്ണും കല്ലും സ്മൃതി നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നയിടത്ത് മൃതദേഹമുണ്ട് എന്നാണ് തോന്നുന്നത്. മൃതാവശിഷ്ടങ്ങൾ ആ തിരച്ചിലിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തത്സമയം അത് നൽകാനാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അപ്പോൾ നമുക്കത് മാസ്ക് ചെയ്തിട്ട് വേണം നൽകാൻ. ഈ ഭാഗത്ത് മൃതദേഹമുണ്ട് എന്നതിൻ്റെ സൂചനകൾ ഇതിനകം ലഭിച്ചിരിക്കുകയാണ്. പരിശോധന തീർച്ചയായും ഞാൻ അതുകൊണ്ടാണ് സ്മൃതി ഞാൻ അതുകൊണ്ട് തന്നെയാണ് അതൊന്ന് ബ്ലർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ PCR-ലേക്കുള്ള അലർട്ടായിട്ടാണ് പറഞ്ഞത്. അവിടെ ഇനി ഏത് സമയവും ഒരു മൃതദേഹ ഭാഗം, കാരണം 2-3 ദിവസമായി അഴുകിയ നിലയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ മണവും കിട്ടുന്നുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തുകയാണ്. ഇവിടെ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനായുള്ള ഒരു പരിശോധനയാണ് ഇവിടെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ മല പോലെ പാറക്കൂട്ടങ്ങൾ ഇവിടെയുണ്ട്. ആ പാറക്കൂട്ടങ്ങൾ അടിഞ്ഞുകൂടിയതിൻ്റെ തൊട്ടിപ്പുറത്തായാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വലിയ പാറകൾ നീക്കണമെന്ന് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ വലിയ പാറകൾ നീക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ്, നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ടീമാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി അവർ ഈ ഭാഗങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. ഇപ്പുറത്തുള്ള പാറക്കഷണം കൂടി മാറ്റേണ്ടിയിരിക്കുന്നു. സ്മൃതി, ഞാൻ ഇപ്പുറത്തേക്കൊന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്ന പാറയും അവർക്ക് കുഴിക്കണം. നമുക്ക് ഇപ്പുറത്തേക്ക് മാറാം. ബെഞ്ചിത്ത്, ഫൈസൽ ഇപ്പോൾ താഴേക്ക് ഇറങ്ങാം. ഇവിടെയും കൂടി അവർക്ക് കുഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പരിശോധനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ അവർ ഫയർഫോഴ്സ് ടീം നിൽക്കുന്ന ഭാഗം സ്മൃതി കാണാമെന്ന് ഞാൻ കരുതുന്നു. ആ ഭാഗത്താണ് ഇനി കുഴിച്ച് പരിശോധിക്കേണ്ടത്. ഈ വലിയ പാറകൾക്ക് ഇപ്പുറത്തേക്ക് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ഫൈസൽ വരൂ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭാഗം ഫൈസൽ സൂക്ഷിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭാഗം അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എനിക്ക് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനെ കൂടെ സുരക്ഷിതനായ മറുകരയിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം, ദൃശ്യങ്ങൾ വ്യക്തമാണെന്ന് കരുതുന്നു. ഈ ഭാഗത്താണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ബെജിത്തെ പിടിച്ച് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. സ്മൃതി, കാണാം. പാറക്കൂട്ടങ്ങൾ വളരെ ക്ലോസ് ആയി തന്നെ കാണാം. ഈ പാറകൾ എങ്ങനെയാണ് നീക്കാൻ ശ്രമിക്കുന്നത്? അതെ, പാറക്കൂട്ടങ്ങൾക്ക് ഇടയിൽ ഞാൻ അവിടേക്കൊന്ന് സ്മൃതി ഇപ്പോൾ ഷവലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റുന്നതിനായി പാറ പൊട്ടിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ നിന്നതിൻ്റെ ഇപ്പുറത്ത് ചെറിയ പാറക്കഷ്ണങ്ങൾ കിടന്ന ഇടത്തുകൂടി തിരയേണ്ടിയിരിക്കുന്നു. അതിനായാണ് ഇപ്പോൾ ഫയർഫോഴ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെ ആ ഭാഗത്ത് ഇടയിലുള്ള ഭാഗത്ത് കൂടി പരിശോധിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ ഫൈസൽ, നമുക്ക് ഇവിടേക്ക് വരാം. അവർ കുഴിക്കുന്ന ഇടത്തല്ല, ഇപ്പുറത്തെ ഭാഗത്ത് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. നോക്കൂ സ്മൃതി, വസ്ത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് ഒരു വീടോടെ കൊണ്ടുവന്ന ഭാഗമാണ്. വീടിൻ്റെ മറുഭാഗം ഞാൻ താഴേക്കൊന്ന് ഇറങ്ങിക്കോട്ടെ. സ്മൃതി, ഇപ്പോൾ ഫൈസൽ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നോക്കൂ, ഇത് ഒരു വീടിൻ്റെ ഭാഗമാണ്. ഒരു വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യരുടെ വസ്ത്രങ്ങളും ഒപ്പം അടുക്കളയുടെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ അടുക്കളയുടെ ഭാഗങ്ങളൊക്കെയാണ് ഒഴുകി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ചേട്ടാ സൂക്ഷിച്ച്, നമ്മുടെ ഫയർഫോഴ്സ് ടീമും വളരെ സാഹസികമായാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. നോക്കൂ, ഇതൊരു വീടായിരുന്നു. വീടിൻ്റെ ഭാഗങ്ങളാണ്. ഞാൻ സുരക്ഷിതയാണ്, ഞാൻ സേഫായിട്ടാണ് നിൽക്കുന്നത്. സ്മൃതി, നമുക്ക് ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ ചിന്തിച്ചതിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ്. സ്മൃതി, നോക്കൂ, ഒരു വീടിൻ്റെ ഭാഗം മുഴുവൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ ഭാഗങ്ങൾക്ക് മുകളിലാണ്. ചവിട്ടുന്നിടമൊക്കെ താണു പോകുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഒരു വീടിൻ്റെ അടുക്കളയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനിടയിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതൊരു വീടിൻ്റെ അടുക്കള ഭാഗമാണ് ഇടിഞ്ഞതിനൊപ്പം പോന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും അടുക്കളയിലുള്ള ചാക്കുകൾ, അങ്ങനെയുള്ള ആഹാര സാധനങ്ങളുടെ ഭാഗങ്ങൾ, അതൊക്കെ അടക്കമുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഒപ്പം ഒരു തുണിക്കെട്ട്
ലൈറ്റും കാണുന്നുണ്ട്. അതിനുള്ളിൽ എന്താണെന്ന് അറിയില്ല. അവിടെ നിന്ന് സ്മെല്ലും വരുന്നുണ്ട്. ഈ ഭാഗത്ത് എന്തായാലും തെരച്ചിൽ വേണ്ട ഒരു ഭാഗമാണ് എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അവർ പരിശോധന നടത്തുകയാണ്. ഫൈസൽ സൂക്ഷിച്ച് നമുക്ക് എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു വീട് പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവിടെയാണ് ഇനി തിരയേണ്ടത്. നമ്മൾ രക്ഷാപ്രവർത്തകരെ അത് അറിയിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഒരു മതിലടക്കം പൊളിഞ്ഞു വീണ ഭാഗം അവിടെ അവർ ഞാനിപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഭാഗത്താണ് അവർ പരിശോധിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ദൗത്യ സംഘത്തിനൊപ്പം റിപ്പോർട്ടർ വാർത്താ സംഘവും ചേരുകയാണ്. നമ്മൾ തത്സമയ ലൈവത്തോണായി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങൾ അപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ആകാശ ദൃശ്യങ്ങളും ഇതിനോടൊപ്പം നൽകിക്കൊണ്ടിരിക്കുന്നു. സുജയ, ഈ പ്രദേശത്തെ തിരച്ചിലിന്റെ രീതികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് കമ്പുകൊണ്ട് കുത്തി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് വലിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് എല്ലായിടത്തും തിരച്ചിൽ അത്ര പ്രായോഗികമല്ല. അതാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതെന്ന് വേണം അവരുടെ യൂണിഫോമിൽ നിന്ന് മനസ്സിലാക്കാൻ. സുജയ, പാറക്കെട്ടുകളുടെ സമീപത്ത് തന്നെ അടുക്കള ഭാഗം, ഒരു വീടിന്റെ ഒരു ഭാഗം അടർന്നു മാറി. സ്മൃതി, ഞാനൊന്ന് മറുവശത്തേക്ക് നീങ്ങുകയാണ്. സ്മൃതി, ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം. ഞാൻ ഇപ്പുറത്തേക്കൊന്ന് കയറിക്കോട്ടെ. ഇവിടെ അപ്പുറം കടക്കലും അല്പം ദുഷ്കരമാണ്. പാറക്കൂട്ടത്തിനിടയിൽ ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ കമ്പുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് തെർമൽ ഇമേജിങ്ങിൽ ചില ഭാഗത്ത് മൃതദേഹങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ചിരിക്കുകയാണ്. അത് 3 മൃതദേഹങ്ങളുണ്ട് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയുള്ള തിരച്ചിൽ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. അപ്പുറത്ത് ഒരു വീടിൻ്റെ ഭാഗം അടർന്നു മാറി എത്തിയിരിക്കുന്നു. അതിന് താഴെ വീടിലെ സാധനങ്ങൾ അടുക്കള ഭാഗമാണെന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അടുക്കളയിലുള്ള പാത്രങ്ങളടക്കം വസ്ത്രങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം കമ്പ് ഉപയോഗിച്ച് മൺവെട്ടി ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരച്ചിൽ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. പലയിടത്തും മൃതദേഹങ്ങൾ കണ്ടെത്തി തുടങ്ങി എന്നുള്ളതാണ്. മുണ്ടക്കൈ ഭാഗത്ത്, വെള്ളാമല ഭാഗത്ത് ഒക്കെ ഓരോ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ഭാഗത്ത് 7 മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ആകുന്നത്. അവിടെയും തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായ കുറച്ചുകൂടി ശാസ്ത്രീയമായ പരിശോധനയിലേക്ക് ആണ് തിരച്ചിൽ സംഘം എത്തുന്നത്. ഓരോ സ്ഥലത്തെയും മൃതദേഹ സാധ്യതയുള്ള സ്ഥലങ്ങൾ തെർമൽ ഇമേജിങ്ങിലൂടെ തെർമൽ മാപ്പിങ്ങിലൂടെ കണ്ടെത്തുന്നു. അതുകൂടാതെ ഉള്ള പരിശോധനകളും ശാസ്ത്രീയമായി തന്നെ നടക്കുന്നു. അപ്പോൾ ഒരു സ്ഥലം സ്പോട്ട് ചെയ്ത് അവിടേക്ക് തിരച്ചിൽ കേന്ദ്രീകരിക്കുക എന്ന രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.